ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാറ്ററിങ് വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ റാൻഡായിട്ട് എടുത്താണ് കേട്ടോ. അധികം ഓർഡറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാ കറികളും എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കണു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് മീൻ കറി, അതായത് മീനില്ലാത്ത മീൻ കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിനാരങ്ങ അച്ചാറിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ കാണിക്കുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇഞ്ചിക്കറിയും കറിനാരങ്ങയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇത് ചിക്കൻ 65-നുള്ള മസാല തേച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കറിനാരങ്ങ അച്ചാറിടുമ്പോഴും ഇഞ്ചിക്കറി ചെയ്യുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 7-ാം മാസത്തിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുമല്ലോ, അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓർഡറായിരുന്നു. അപ്പോൾ അവർക്ക് ടൈം ഉണ്ടായിരുന്നു, അതായത് ഒരു 10 മണിക്കും 11 മണിക്കുള്ളിൽ ഫുഡ് എത്തണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മണി ടൈമിലൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇഞ്ചിക്കറിയുടെയും അതുപോലെ തന്നെ അച്ചാറിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ മീൻകറി തയ്യാറാക്കുന്നതിൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു 5 മണിയായപ്പോഴാണ് എനിക്കത്. അപ്പോൾ ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ തയ്യാറാക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മീൻകറി, അതായത് മീനില്ലാത്ത മീൻകറിയാണ് ഇട്ടത്. ഇപ്പോൾ പച്ചക്കറി കഴിക്കുന്നവർക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊരു നോൺ വെജും വെജും കൂടി ഒരുമിച്ചായിട്ടുള്ള സദ്യ ആയതുകൊണ്ട് അപ്പോൾ നോൺ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇത് സാധാ മീൻകറി വെക്കണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് മീനില്ലാത്ത മീൻ കറി, അതായത് വെജുകാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ ടൈമിൽ നമ്മൾ നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അത് ഈ മീൻ കറിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 50 കിലോ അരിയാണ് ചെയ്ത് കൊടുക്കുന്നത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മീൻ വയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മീൻ കറിയിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനും ഒരു ഓർഡറില്ല, ഒരു റാൻഡമായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടില്ല, ആ കാലം കൊലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ കാറ്ററിങ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാരറ്റ് ക്യാബേജിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മീൻ കറിയിലേക്കൊക്കെ വേണ്ടിയിട്ട് കാച്ചിടാനാണ്. പിന്നെ അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് പാൽക്കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് നമ്മൾ തോല് കളഞ്ഞാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തോല് കളയാതെ 2 പീസാക്കിയിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. വെന്തതിന് ശേഷം തോല് അതിൽ നിന്ന് ഉരിഞ്ഞെടുക്കുകയാണ്. പാൽക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരപ്പാലിന് വേണ്ടിയിട്ട് നാളികേരം ചെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുളക് വറക്കാൻ പോവുകയാണ്. ഇത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിരിയൻ മുളകും അതുപോലെ തന്നെ നല്ല എരിവുള്ള നീളം മുളകും 2 ടൈപ്പ് മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ വറുത്തെടുക്കണം. അതിലേക്ക് കറിവേപ്പിലയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് വറുത്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ചെമ്മീൻ നല്ല അധികം ചേർത്ത് കൊടുക്കണം. ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ചെമ്മീൻ നല്ല അധികമായിട്ട് നിൽക്കണം. അപ്പോൾ അതിലേക്ക് ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ചെമ്മീൻ വറുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം നല്ലതുപോലെ വറുത്ത് എടുക്കണം. അപ്പോൾ ക്യാബേജിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാളികേരം നല്ലതുപോലെ വറുത്ത് കഴിയുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും കൂടി അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ചെമ്മീൻ പൊടിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ ഈ തയ്യാറാക്കുന്നത് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒറിജിനൽ മീൻ കറിയുണ്ട്, അതല്ലാതെ വെജിറ്റേറിയൻസിനായിട്ടുള്ള മീനിടാത്ത മീൻ കറിയുണ്ട്. അപ്പോൾ 2 മീൻ കറിയിലേക്കും ഇതേ താളിപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാ മീനില്ലാത്ത മീൻ കറിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മീൻ കറി, ഒറിജിനൽ മീൻ കറി. കേരയാണ് മീൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അപ്പോൾ അതിന് മസാല തലേദിവസമേ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം വൈകിട്ട് ഒരു 7 മണി 8 മണി നേരത്ത് തേച്ച് വെക്കും. എന്നിട്ട് രാവിലെ ഇപ്പോൾ ഒരു
7 മണി 8 മണി നേരം ആയപ്പോഴാണ് വറക്കുന്നത്. അപ്പോൾ അത്രയും നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത്രയും നേരം നമ്മൾ മാക്സിമം വെക്കേണ്ടി വരും. അപ്പോൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതായത് ജസ്റ്റ് ഇതുപോലെ ഇട്ട് വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ 65 ആയി. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സോസ് തയ്യാറാക്കിയിട്ട് അതിൽ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറ്. പലരും പല മെത്തേഡിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനി അത് ഊറ്റി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ 65 കുറേ ട്രിപ്പായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മസാല. ചിക്കൻ 65 വറുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണ മസാല. അപ്പോൾ ഇതിലേക്ക് ഓയിലും അതുപോലെ തന്നെ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ടൊമാറ്റോ സോസ്, ചില്ലി സോസ് അങ്ങനെയുള്ള സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഫൈനലായിട്ട് ചിക്കൻ 65 വേണ്ടി ആഡ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ശരിക്കും ചിക്കനിൽ അതൊന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ സോസും ഓയിലും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഫൈനൽ സ്റ്റെപ്പാണ് ഈ ചിക്കൻ 65 കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാതെയും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഈ ലാസ്റ്റ് ഫൈനലായിട്ട് ഈ സോസുകളൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ അതായത് ചോറ്, അതുപോലെ തന്നെ ഇഞ്ചിക്കറി, നാരങ്ങാച്ചാർ, പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, പിന്നെ ഉരുളൻകിഴങ്ങ് പാൽക്കറി, ക്യാബേജ്, 2 ടൈപ്പ് മീൻകറി, കേര മീൻകറിയും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനുള്ള മീൻകറിയും, പിന്നെ അതുപോലെ ചിക്കൻ 65 പപ്പടവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.